Hi friends, YouTube channel എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമ്മൾ വൈറ്റ് ഡ്രസ്സിലെല്ലാം ഉണ്ടാകുന്ന കരിമ്പനും കറകളെല്ലാം റിമൂവ് ചെയ്തെടുക്കാമെന്നാണ്. അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ നമ്മളെ പഴയ വൈറ്റ് ഡ്രസ്സെല്ലാം നല്ല രീതിയിൽ നിറം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ പഴയൊരു ബനിയനാണ്. അപ്പോൾ ഈ ഒരു ബനിയനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ കരിമ്പം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കളറെല്ലാം നല്ല രീതിയിൽ തന്നെ ഫേഡ് ആയിട്ടുണ്ട്. പിന്നെ ഓരോ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറകളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബനിയനിലാണ് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു ബക്കറ്റാണ്, അതായത് പ്ലാസ്റ്റിക് ബക്കറ്റ്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ഈ ഒരു ബനിയൻ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം, ആ ഒരു അളവിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം 2.5 ലിറ്റർ വെള്ളമാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കറി വെക്കാൻ യൂസ് ചെയ്യുന്ന നോർമൽ ഉപ്പാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ക്ലോറക്സ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലോറക്സിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ക്ലോറക്സ് നമുക്ക് അധികം സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ക്ലോറക്സ് പൗഡർ ഫോമിലുണ്ട്, അതേപോലെ തന്നെ ലിക്വിഡ് ഫോമിലുണ്ട്. ഇതിപ്പോൾ ലിക്വിഡ് ഫോമാണ്. ഇതിപ്പോൾ 500 ml ഉണ്ട്. അതേപോലെ തന്നെ 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇനി ഞാൻ ഈ ഒരു ക്ലോറക്സ് ഈ ഒരു ബക്കറ്റിലേക്ക് ഏകദേശം 3 മൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലോറക്സ് യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസ് എന്തായാലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചിലവർക്ക് ഈ ഒരു ക്ലോറക്സ് കാരണം ഇറിറ്റേഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോറക്സ് വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ഒരു ബനിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫുള്ളായിട്ട് മുക്കി വെക്കുന്നുണ്ട് ആ ഒരു സൊല്യൂഷനിലേക്ക്. അഥവാ പൊന്തി വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ആയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ബനിയൻ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഏകദേശം 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കരിമ്പനും കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബനിയൻ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ആ ബനിയൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, കരിമ്പൻ ഫുള്ളായിട്ട് പോയിട്ടില്ല. പക്ഷേ കരിമ്പൻ്റെ ആ ഒരു കളർ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലോറക്സിൽ ഇങ്ങനെ മുക്കി വെച്ചാൽ മാത്രം കരിമ്പ് ഫുള്ളായിട്ട് പോവില്ല, അതിന് വേറൊരു പ്രോസസ്സും കൂടി ചെയ്യാനുണ്ട്. ഇനി ഈ ബനിയനിലെ സൊല്യൂഷനിൽ ഇതേപോലെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ബനിയൻ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ക്ലോറക്സ് നമ്മൾ ഒരിക്കലും കളർ കോട്ടണിൽ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അന്നേരം കളർ ഫേഡ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വാഷിംഗ് സോപ്പ് അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ അത് യൂസ് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് ആ ഒരു ക്ലോറക്സിൻ്റെ ബോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലോറക്സ് യൂസ് ചെയ്തതിന് ശേഷം സോപ്പായിട്ട് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കരിമ്പനുള്ള ഭാഗത്ത് മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അധികം പ്രഷർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല, കാരണം അത് നമ്മളെ ഡ്രസ്സിന് ഡാമേജ് സംഭവിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് സമയം സ്ക്രബ് ചെയ്ത് കൊടുക്കണം ബ്രഷ് യൂസ് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ കരിമ്പനിലെ ഒരു സൈഡിൽ നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും അതേ പൊസിഷൻ തന്നെ അതിൻ്റെ ഉള്ളിലും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കരിമ്പൻ ഫുള്ളായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡിഫറൻസ് കാണാൻ സാധിക്കും. ആ ഭാഗത്തിലെ കരിമ്പനെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഭാഗം നല്ല വൈറ്റൻ ആയിട്ടുണ്ട്. ബാക്കി ഭാഗം വെച്ച് നോക്കുമ്പോൾ ആ ഭാഗം നല്ല രീതിയിൽ വൈറ്റൻ ആയിട്ടുണ്ട്. ഇനി ഇതിലെ സോപ്പെല്ലാം റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ബനിയൻ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗത്ത് നല്ല രീതിയിൽ കളറുണ്ട്, നല്ല വൈറ്റൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കരിമ്പനെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബനിയൻ്റെ ബാക്കി ഭാഗത്തിലെ കരിമ്പനെല്ലാം നല്ല രീതിയിൽ ഫേഡ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഫുള്ളായിട്ട് പോയിട്ടില്ല. ഫുള്ളായിട്ട് പോകണമെങ്കിൽ ഇതേപോലത്തെ സ്ക്രബ് വന്നെങ്കിൽ ചെയ്താലേ ഫുള്ളായിട്ട് പോകും. അതേപോലെ തന്നെ ഈ ഒരു ബനിയന് നല്ല രീതിയിൽ പുതുമ വന്നിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിയിൽ പുത്തം പുതിയ പോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കളർ ഡ്രസ്സിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അതിൻ്റെ കളർ ഫേഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കത് ഇനി അടുത്ത വീഡിയോ കാണാം.